അന്യോന്യായ കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്റെ സന്നിധിയിൽ നിന്റെ ആലയത്തിൽ വന്നു ചേരുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് ആശ്വാസവും ആനന്ദവും പ്രത്യാശയും പ്രചോദനവും പകരുന്നതാകുന്നു. ഞങ്ങൾ അവിടുത്തെ മുമ്പിലിരിക്കുന്നു എന്നുള്ള സാന്നിധ്യബോധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ധരിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് സാവധാനമായി നൽകിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ആത്മാവ് ഞങ്ങൾ വ്യാപരിച്ചുകൊണ്ട് ഞങ്ങളെ ഹൃദയത്തെ ഏകാഗ്രമാക്കുകയും നിന്റെ വചനത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ വചനത്തിൽ ഞങ്ങൾ പ്രിയപ്പെടുന്നവരും അതിൽ നിന്ന് പ്രചോദനം പ്രാപിച്ച ജീവിതത്തിനൊത്തോളം ജീവിക്കുന്നവരുമായി നീ ഞങ്ങളെ ആക്കി തീർക്കണമേ. ഞങ്ങൾക്ക് നീ എല്ലായ്പ്പോഴും മതിയായവനായി ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യമായി നിന്നെ കണ്ടുകൊണ്ട് നിന്നെ പിൻപറ്റുവാൻ ഞങ്ങൾക്ക് നീ സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ജീവനിൽ ഞങ്ങൾക്ക് കാലിനുകൾക്ക് മൂടുകൾക്ക് പ്രകാശവുമായി ഞങ്ങളെ വഴി നടത്തുമാറാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിൽ അത്യന്തപരമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നിന്റെ ശ്രീഭരണാലത്തിൽ പകർന്ന് ഞങ്ങളെ ധന്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്നെ അയച്ച പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ അവസരത്തിന് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ, സ്തോത്രം ചെയ്യാം. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്ന ദൈവവചനം കേൾക്കുവാനായിട്ട് നമ്മളെ ഒരുക്കി ഈ പ്രഭാതത്തിലേക്ക് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത് പോലെ അടുത്ത ചില മണിക്കൂറുകൾ, സമയങ്ങൾ നമുക്ക് നമ്മുടെ ഈ ലോക ജീവിതത്തിലെ നമ്മുടെ ബന്ധപ്പാട് എല്ലാം മറന്നിട്ട് ദൈവവചനം കേൾക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങിയിരിക്കാം. നമ്മൾ എത്രമാത്രം ഒരുക്കമുള്ളവരാണോ അത്രമാത്രം വചനം നമുക്ക് പ്രയോജനകരമായി തീരും, യാതൊരു സംശയമില്ല. നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്താൽ ദൈവം തമ്പുരാൻ നമ്മളിൽ പ്രവേശിക്കും, നമ്മളിൽ പ്രവർത്തിക്കും, യാതൊരു സംശയമില്ല. അതിനാൽ ഒരുക്കമുള്ളവരായിട്ട് നമുക്ക് അടുത്ത ചില മണിക്കൂറുകൾ നമുക്ക് ചിലവഴിക്കാൻ ദൈവത്തോടൊപ്പം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് വചനം നമ്മളോട് അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട ടി ജോഷുവ അച്ഛൻ. ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെക്കാൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട അച്ഛനെ അറിയാവുന്ന സഭയുടെ ആത്മീയ മണ്ഡലങ്ങളിൽ അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ജോഷുവ അച്ഛൻ ഇപ്പോൾ നമ്മുടെ സൺഡേ സ്കൂൾ ഡയറക്ടറായിട്ട് അസോസിയേഷൻ, മലങ്കര അസോസിയേഷൻ സൺഡേ സ്കൂൾ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ സെമിനാരിയും മറ്റെല്ലാ ആത്മീയ പ്രവർത്തനങ്ങളിലും പ്രവർത്തിക്കുന്ന അച്ഛനെ നമുക്ക് ഈ പ്രഭാതത്തിൽ കിട്ടിയത് വളരെ സന്തോഷകരമായ സംഗതിയാണ്. എനിക്ക് 1 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ അച്ഛൻ ഇവിടേക്ക് വരാം എന്ന് ഏൽക്കുകയും ഒരു ക്ലാസ് എടുക്കാൻ സമ്മതിക്കുകയും ചെയ്തിരുന്ന അവസരത്തിൽ ഇവിടെ വരുന്നതിന് മുൻപായിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ ആ അവസരം സാധിച്ചില്ല. നേരത്തെ അച്ഛൻ വന്ന വിശുദ്ധ കുർബാന ഇവിടെ അർപ്പിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ അമേരിക്കയിലേക്ക് വരുന്നു എന്ന് നേരത്തെ അറിയാൻ സാധിച്ചു. അന്ന് തന്നെ അവരുടെ തമ്പാനെ അച്ഛനെ കോണ്ടാക്ട് ചെയ്യുകയും നമുക്ക് ഒരു ക്ലാസ് എടുക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് അദ്ദേഹം സസന്തോഷം സ്വീകരിച്ച് ആണ് ഈ അമേരിക്കയിലെ ബന്ധപ്പെട്ട പരിപാടികൾക്കിടയിൽ ഡേറ്റോയിലേക്ക് വന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ ഇടവിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അച്ഛനിൽ നിന്ന് കേൾക്കാം. എല്ലാവരും ഒരുക്കമുള്ളവരായിരുന്നു. Even though it was suggested that I could sit down and take a class, but I am not used to it. In the seminary, I always stand and take my classes. And our Lord Himself, His
stood up and then he taught the people. That's what we read in the Bible. And so it's more effective to stand and take the class. I came to this country about a month ago. I was invited for conducting the family conferences. First family conference was in Orlando, 1 to 3 of this month, and then 6 to 9, the second bigger conference upstate in New York. About 700 odd people attended it. And I'm so happy my colleague Karnataka is also coming for this class. Sorry for this time. Oh, no, just many of you may not know, you were here last Sunday. So he's already being introduced. We both are colleagues in our seminary. So two senior faculty members are away from the seminary visiting the United States. Well, after the family conference in New York, I was in Philadelphia for 3 days. They had a big convention. And then in Yonkers also they had 3 days convention. And then I'm moving to Houston. There is a family conference there again. And then to Chicago, 3 days convention and a 1-day conference for the youngsters. And then back to New York, about 10 churches together. They conduct a convention August 18, 19 and 20. Then I move on to Florida for 1 day. They have an ecumenical meeting on the 21st. And then I come back to New York and then again to Virginia for 3 days. And on the 30th, I'll be back to India. That is my schedule. And so far, God permitted me to be of some use in these places. There was no health problem. My wife and family members, they were reluctant to let me accept this program because of the health problems. When last time I visited here, it was in 1995. And that was also to attend a family conference. But that conference happened to be organized by Makari Experiment. And then I visited some few parishes, and then immediately had already asked me to take the class on that particular subject, and I had agreed for that. And then unfortunately it didn't materialize. I had to go back, and then back after 10 years. During this gap of 10 years, many things happened, both in this parish as well as in my life. What happened here I may not mention, but what happened to me I may mention. I had to undergo 4 surgeries, 2 major surgeries, one heart surgery, then one cancer surgery, and then of course prostate and so on. And I have survived all that and back now here to be with you this morning. And I will be here tomorrow also. അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് 2 കാര്യങ്ങൾ എന്നെപ്പറ്റി പറഞ്ഞു. സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ ഡയറക്ടർ ജനറൽ എന്നുള്ളത്, കൂടാതെ 2 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഒന്ന്, ദിവ്യബോധനം എന്ന നമ്മുടെ സെമിനാരിയുടെ അധ്യാപകർ നടത്തുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇറ്റ്സ് എ ലേറ്റ് ട്രെയിനിങ് പ്രോഗ്രാം, ദിവ്യബോധനം, initiated by late August Mar Gregorios. And about 5,000 people have already graduated, men and women, mostly women, about 60% women and 40% men folk. They have graduated. We have what is called the POCE, Proficiency in Orthodox Christian Education. 10 books to be studied and 2 years course. And they write 2 months each book, and they finish off the exam. And after 2 years, they complete the course and they graduate and they get the degree or the certificate. The certificate is POCE, Proficiency in Orthodox Christian Education.
and the papers are valued in the seminary, central valuation, everything is pakka, and that's the first. After passing this POCE, they have to register for the next course, which is called DOCE, Diploma in Orthodox Christian Education. That's also 2 years and 10 books to be studied, further study. And those who complete this DOCE, they are eligible for the BOC, Bachelor in Orthodox Christian Education. That is a degree which we give. And again, another 10 books. Altogether, 6 years and 30 books, and then you are graduate in Orthodox Christian Education, and that is a course conducted by the seminary for the lay people, and very much appreciated by the outside members also. We have a course in English started, and in Bombay, 3 or 4 units are functioning in parishes. And also in the Gulf area, there are 1 or 2 units. It was my great joy that I was able to start 1 unit in Yonkers. About 20 candidates came forward to be registered, and then a unit has already been started while I was there last week. Here in this diocese, this has not been attempted so far, and Father M.K. Kuriakos of Philadelphia, he has promised to take up the responsibility of organizing these Divya Bhojanam courses in the various parishes in this diocese, and I hope that it will be benefited by our members everywhere in every parish. And from the very beginning, I am asked to be the director of it, and I still continue in that capacity. Then I have another responsibility, and that is about the Mar Grigorios Karunya Nilayam, which is very close to the medical college in Kotte. This was started 10 years back. അത് തുടങ്ങുന്നതിന് കാരണമായത് എൻ്റെ ഒരു രോഗമാണ്. എൻ്റെ നാക്കിന് ക്യാൻസറായി വന്ന് അത് സംബന്ധിച്ചുള്ള ഒരു ചെറിയ ബുക്കിലെറ്റ് ഞാൻ എഴുതി. മൗനിയായി 7 ദിനങ്ങൾ, സൈലന്റ് ഫോർ 7 days. നാക്കിൽ 4 റേഡിയൻ നീഡിൽ ഇംപ്ലാന്റ് ചെയ്തുകൊണ്ട് I was locked up in a room for 7 days, cut off from the outside world, no sleep, or മുഖം പോലും കഴുകാനോ കാല് പല്ല് തേക്കാനൊക്കെ കഴിച്ചു കൂട്ടിയ those 7 days, painful days. ഇപ്പോൾ ഓർക്കാൻ തന്നെ പ്രയാസമാണ് how I spent those 7 days എന്നുള്ളത്. അന്ന് to overcome the pain and the agony while I was shut up, പുറത്തുനിന്ന് ലോക്കി താഴിട്ട് കൂട്ടുമായിരുന്നു, because somebody escaped from there with the radiant needle, which is quite dangerous, and so to avoid that risk, they lock up with the in the room. And so I was locked up there. ഈ വെള്ളം മാത്രം ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ട് 7 ദിവസം കഴിച്ചു കൂട്ടിയതിനെ പറ്റി അവിടെ കിടന്നുകൊണ്ട് എഴുതിയ ചില ചിന്തകളാണ്, റാൻഡം തോട്ട്സ്, ജസ്റ്റ് ടു ഓവർകം. അത് ഇത് പുറത്തിറങ്ങിയ ഉടൻ തന്നെ അത് പുസ്തകമാക്കി. ഒറ്റ പുസ്തകമാണ്. അതിപ്പോഴും 10 എഡീഷനാണ്. എനിക്ക് മലയാളത്തിൽ അത്രയും എഡീഷൻസ് ഉണ്ടായിട്ടുള്ള പുസ്തകം അധികം നമ്മുടെ ചർച്ചിൻ്റെ ആയിട്ടുള്ള റിലീജിയസ് ബുക്സ് ഉണ്ടായി തോന്നുന്നില്ല. Because it is a book of inspiration for many people who undergo such trials and such difficult situations, physically and mentally. ആ പുസ്തകം ഞാൻ ഗൾഫിൽ ഒരു കഷ്ടായ ഭാഷ നടത്താൻ പോയപ്പോൾ അതിങ്ങനെ കൊടുത്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് എന്തെങ്കിലും സംഭാവന ചെയ്യുന്നെങ്കിൽ അത് ക്യാൻസർ രോഗികളുടെ ഒരു ഉദ്ധാരണത്തിന് വേണ്ടിയും അതിനുവേണ്ടി ഒരു കേന്ദ്രം പണിയുന്നതിന് വേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞു. അത്രയും മാത്രം പറഞ്ഞ പുസ്തകം അവിടെ വെച്ചിരുന്നു. And many people came forward, and 3 lakhs of rupees, 300,000 rupees were able to raise at that time. And that was the beginning of this project, Jiva Mar Grigorios Karunya Nilayam. അത് ഇന്ന് വളരെ ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 6 നിലയിലുള്ളൊരു കെട്ടിടമാണ്. അവിടെ 50 പേർക്ക് രോഗികൾക്ക് they are accommodated there. Those who come for chemotherapy, radiation, etc., etc. Free accommodation, men and women, 2 ഫ്ലോറിലായിട്ട് അവർ താമസിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്.
That is one thing which we do there. And then every day we feed 800 to 900 people. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഈ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ളവർക്ക് എല്ലാ ദിവസവും എക്സെപ്റ്റ് സൺഡേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് പലരും കണക്കാക്കുന്നു. ആൻഡ് ദേ കം ഫ്രം ദ ഹോസ്പിറ്റൽ പാത്രമായിട്ട് വരും, ഭക്ഷണം അവർക്ക് കൊടുത്ത് വിടുന്നുണ്ട്. അതാണ് ഒരു കാര്യം അവിടെ ചെയ്യുന്നത്. മൂന്നാമത് മറ്റൊന്നും കൂടെ ഈ കാര്യനിലയം ചെയ്യുന്നത്, അത് ഞങ്ങൾ 3000 രൂപയ്ക്കുള്ള മെഡിസിൻ, ഫ്രീ മെഡിസിൻ ഫോർ പുവർ പേഷ്യൻസ് കൊടുക്കുന്നുണ്ട്. അത് രൂപ കൊടുക്കില്ല. വി ഗെറ്റ് ദ മെഡിസിൻ ബോട്ടൽ ഗിവൻ ടു ദം 3,000 rupees per day. And also we collect all the sample medicines from the doctors in the medical college. Our doctors Dharna invite, they all give the free samples they get, and then we collect them, sort them out. We have a pharmacist, and that is also distributed to the poor patients. So along with the 3,000 rupees worth medicine, the sample medicines also, അപ്പോൾ ഏകദേശം 4,000 രൂപയ്ക്കുള്ള മെഡിസിൻ ഒരു ദിവസം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങളാണ് കാര്യനിലയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാലാമത് ഒന്നുകൂടി ഇപ്പോൾ ഞങ്ങൾ 10 വർഷം പൂർത്തിയായതിന്റെ ഫലമായിട്ട് ചെയ്യുവാൻ ഉദ്ഘാടനം ചെയ്തു. And that project is called Light of Life. And that was inaugurated in my absence. മിനിഞ്ഞാന്ന് ഇന്ത്യൻ പ്രസിഡന്റ് മാമൻ മാപ്പിള ഹോളിൽ അത് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ ഭാര്യ അതിൽ പോയി സംബന്ധിച്ചത് രാവിലെ ഞാൻ സംസാരിച്ചു. വലിയൊരു ഫംഗ്ഷനായിട്ട് അത് നടത്തി. അതെന്താണ് ഈ ലൈറ്റ് ഓഫ് ലൈഫ് എന്നുള്ള പ്രോജക്റ്റ് എന്ന് ചോദിച്ചാൽ, ഇതിനു വേണ്ടി ഏതാണ്ട് ഒരു 1.5 കോടി രൂപ സ്കൂൾ സ്റ്റുഡൻസ് ആണ് കളക്ട് ചെയ്തത്. സ്കൂൾസ് ആൻഡ് കോളേജ് സ്റ്റുഡൻസ് കോളം വെട്ടി കാർഡ് കൊണ്ടുപോയി തിരിച്ചതാണ്. ഓൾ ഓവർ കേരള. I don't think there has been any such a successful finance campaign undertaken by the students. അത് 1.5 കോടി രൂപയോളം കളക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഈ ഫീഡിങ്ങും മെഡിസിനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. Formerly you used to get about 14% interest, now it has reduced to 6%, so much of less money. But എങ്കിലും ഈ വിദ്യാർത്ഥികൾ ഇത് ചെയ്തതുകൊണ്ട്, in gratitude for what they have done, we thought of undertaking a project. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ക്യാൻസർ എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് under 15 ഏജ് ഉള്ള സ്കൂൾ ഗോയിങ് ആൻഡ് ചിൽഡ്രൻ, അവർ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു ചികിത്സ, അവരുടെ മുഴുവനും അങ്ങനെ 100 കുട്ടികളുടെ മുഴുവൻ എക്സ്പെൻസും മീറ്റ് ചെയ്ത് അവരുടെ ട്രീറ്റ് ചെയ്യത്തക്കുള്ള ഒരു പ്രോജക്റ്റാണ് ലൈറ്റ് ഓഫ് ലൈഫ്. കോടികൾ രൂപ ചെലവാകുന്ന ഒന്നാണ് അത്. നമ്മുടെ സഭയുടെ അംഗങ്ങളൊന്നും അല്ല, മെട്രോളജികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് ആ പ്രോജക്റ്റ് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ നടന്നത്. അതിൻ്റെയും ഒരു ചുമതല അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത്, പലതിനും ഇങ്ങനെ ഒരു പേര് വെക്കാൻ വേണ്ടി I am supposed to be the director of that project also. That is also going on. പിന്നെ ഈ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനം വളരെ അധികമായിട്ടുണ്ട്. അതും ദൈവത്തിൻ്റെ കുറവുകൊണ്ട് കഴിഞ്ഞ 12 years I had been the Director General of the Sunday School Association, and so the Sunday schools in USA also come under me, and wherever I go I meet the Sunday school teachers and Sunday school students in New York area, Yonkers and the other parishes. After the service I meet the Sunday school community and talk to them and find out what their problems and how they do, and I get first-hand information about the Sunday school activities in our parishes in this country. Well, that's so much about the work that I do. Now, about the study of the book of Revelation. First of all, I shall begin with my experience as a young boy. At home we have our evening prayers. Before the prayers, I was a young boy at the time, we will sing a song and then read a portion from the Bible. And that day, it was my turn to my
mother asked me to read a passage from the Bible. I simply opened the Bible and then, without looking to the latter part of the Bible, വെളിപാട് പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് ഞാൻ വായിക്കാൻ തുടങ്ങി. Book of Revelation. That was just happened to be as I opened it, അതായത് മുമ്പിൽ വന്നത്. അത് 15-20 പോലെ ഞാനത് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് my mother said, you stop it. അതിപ്പോ വായിക്കണ്ട. മറ്റേ സങ്കീർത്തനം എടുത്ത് വായിക്കും. അത് ഞാൻ പിന്നെ സങ്കീർത്തനം എടുത്ത് വായിച്ചു. അപ്പൊ അന്ന് കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്നറിയാമോ? A book which is prohibited. വായിക്കുന്നത് വിലക്ക് കിട്ടിയിരിക്കുന്ന ഒരു പുസ്തകമാണെന്നൊരു ഇംപ്രഷൻ. ആസ് എ യങ് ബോയ് ഇൻ മൈ ടെൻഡർ ഏജ് ഐ ഹാഡ് ദാറ്റ് ഇംപ്രഷൻ. കാരണം ഞാൻ ചോദിച്ചു എന്താ വായിക്കേണ്ടതെന്ന് പറഞ്ഞത്. ഞാൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇറ്റ്സ് നോട്ട് ഈസി ടു ഫോളോ. സോ ബെറ്റർ സങ്കീർത്തനം വായിക്കാൻ. അപ്പൊ അത് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് പിന്നീട് അത് വായിക്കാറേ ഇല്ലായിരുന്നു ആ പുസ്തകം. A book which is banned by my mother, a book which is prohibited. മറ്റൊന്നും കൊണ്ടല്ല, വായിച്ചാൽ മനസ്സിലാവുന്നുള്ള ഒരു ചിന്തകളിലാണ് അമ്മ പറഞ്ഞതെങ്കിലും എന്റെ മനസ്സിൽ കിട്ടിയൊരു ഇംപ്രഷൻ ഇത് വായിക്കാൻ പാടില്ലാത്ത ഏതോ ഒന്നാണെന്നൊരു ചിന്ത കിടന്നു. ആൻഡ് ദെൻ ഐ സ്റ്റഡിഡ് സൺഡേ സ്കൂൾ. സൺഡേ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തുകൊണ്ട് ഇത് സുറിയാനിക്കാരന്റെ വേദപുസ്തക കാനൂനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ല വെളിപാട് പുസ്തകം എന്നും അതിനകത്ത് പാഠപുസ്തകത്തിനകത്തും ഉണ്ട്. അപ്പൊ അതും അവിടെ വിലക്ക് വായിക്കേണ്ട ഒന്നല്ല. പക്ഷെ പിന്നീട് പ്രസംഗങ്ങളൊക്കെ when I listened to the sermons and the talks by the Protestant sectarian groups, especially the Pentecostal group and then the others, Sabbath Mission, Seventh-day Adventist people, for them all it is the one book from which they make their exposition. അവർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന തുരുപ്പ് ചീട്ടായിട്ട് നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഉപയോഗിക്കുന്ന പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ബുക്ക് ഓഫ് റെവലേഷൻ. All their doctrines, their faith, their emphasis is on that, about millennium, about many other things, about Gog and Magog, the final battle, and the coming of the Lord, second coming. All these things അതെല്ലാം എവിടുന്നാണ് ചോദിച്ചത്? These are the fundamental things which they preach and they teach. അതുകൊണ്ട് they always take out of book of Daniel and the book of Revelation. Of course, they will take from other books also, but more emphasis given to these. Then I thought, certainly, if you are to meet their challenge, if you are to meet their point of view, if you are to answer some of the questions they raise, then certainly we should read this book. We should study this book. And so when I went to the theological studies in the seminary, I wanted to study that book, and then only that book became a subject of my study during my theological training. And then, of course, later on, I wanted to study about it. And I don't claim that I am well versed in all the intricate questions concerning that book. But I just mentioned this, that this is a difficult book. That is the point that I want to stress. It is a problem book in the Bible, so to say. It is a problem book in the Bible. Why it is a problem book in the Bible? ഒന്നാമത്തെ കാര്യം, the subject itself നമുക്ക് സാധാരണ പരിചയമുള്ള വിധത്തിലല്ല അതിനകത്തെ വിഷയങ്ങൾ. The subject is not familiar to us. Then the language, അത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷാ ശൈലി, and the many symbols and also many other, even the presentation is also not familiar to us. അപ്പോൾ ഇതൊക്കെ കൂടിക്കൊണ്ട് this is a book which is not like other books of the Bible. മറ്റു പുസ്തകങ്ങളുമായി നമ്മൾ നോക്കുമ്പോൾ it stands quite different from the other books of the Bible. In what way? In the subject matter it is different, in the language it is different, in the style, the way of presentation it is different. In many respects this stands apart, this stands different from the other books of the Bible. Which are the other books of the Bible? വേദപുസ്തകത്തിലെ മറ്റു പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് we have just a glance. ഒന്ന് നോക്കാമെങ്കിൽ, first we come across the law. That is the five books of Moses. ചോദ്യങ്ങളൊക്കെ ചോദിക്കും, കളിക്കൊക്കെ പറയാനും കൂടി ഒതുക്കിയിരിക്കുക.
the 5 books of Moses. അപ്പോൾ അവിടെ ഇറ്റ്സ് ദ ലോ. അതിന് ഹീബ്രു ഭാഷയിൽ ടോറ, TORAH, ടോറ എന്ന് പറയും. ഇറ്റ് മീൻസ് ലോ, നിയമങ്ങളാണ്. എന്തിനെ പറ്റിയുള്ള നിയമങ്ങൾ? പേഴ്സണൽ ലോ, social law, economic law, then religious law, all laws concerning affecting our existence. നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന എല്ലാ തരത്തിലുള്ള നിയമങ്ങളുടെയും സമാഹാരമാണ്, അതിൻ്റെ ചുരുക്കമാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. So that you have the law. Then you have the historical books about the people of Israel. അവരുടെ ചരിത്രം പരാമർശിക്കുന്നത് നമുക്ക് കാണാം ഹിസ്റ്റോറിക്കൽ ബുക്സ് ആയിട്ടുള്ളത്. Then you have the prophetical books, several of them, major prophets and minor prophets. എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞവരും പ്രായം കൂടിയവരും prophets എന്നല്ല, big volumes and shorter volumes എന്നുള്ള അർത്ഥത്തിൽ you have the prophetical writings. Then you have poetry, കവിതകൾ മാത്രമുള്ളത്, poetry, poems. ഒരു പറയാമോ one book which is poetry? Psalms, of course. Psalms is one. And then another Song of Songs. So you have that kind category. ആ ഒരു ഗ്രൂപ്പിൽ പെടുന്ന പുസ്തകങ്ങൾ ബൈബിളിലുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഒന്നാണ് വിസ്ഡം റൈറ്റിംഗ്സ്, ജ്ഞാനങ്ങൾ സംബന്ധമായിട്ടുള്ളത്. ഉദാഹരണം സഭാപ്രസംഗമുണ്ട്, പ്രോവേർബ്സ് ഉണ്ട്. ഇതൊക്കെ തന്നെ they are called wisdom writings എന്നുള്ള ആ കാറ്റഗറിയിൽ പെടുന്നവയായിട്ടുള്ളതുണ്ട്. Then you have some books which can be categorized as biographies. ജീവചരിത്ര സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങൾ ഇല്ലേ, biographies. The Gospels, of course, can be to some extent biography of യേശുവിന്റെ ജീവചരിത്രം എന്ന് പറയാം. Then you have letters. ഒരു വ്യക്തിക്ക് എഴുതുന്ന കത്ത്, അങ്ങനെയുള്ള പല കത്തുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ എങ്ങും ഉൾപ്പെടാത്ത ഒന്നാണ് ഈ പറയുന്ന നമ്മൾ ഇന്ന് പഠിക്കാൻ എടുക്കുന്ന പുസ്തകം. It does not come under any of this group. It stands apart. It is quite different. And this book is called the Apocalypse. APOCALYPSE, Apocalypse. If you take the authorized version of the Bible in English, a authorized version, there the title itself is given Apocalypse of John, not Revelation of John. It is simply titled as Apocalypse of John. Apocalypse is the title given to this book. What does it mean? Apocalypse is a Greek word. Apocalypse is a Greek word. Two words combined, apo plus calypsis. Apocalypse means to uncover, unveil, to remove the curtain. അതിന് മലയാളത്തിൽ പറയുന്നത് മറനീക്കൽ, അനാച്ഛാദനം, അൺകവറിംഗ് എന്ന് നമുക്ക് അൺവെയിലിംഗ് എന്ന് പറയാം. ചിലർ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു, അൺവെയിലിംഗ് എന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ ഇറ്റ് ഈസ് അൺവെയിലിംഗ് എന്നാണ് വാക്കിന്റെ അർത്ഥം. റിവീലിംഗ് അല്ലെങ്കിൽ റെവലേഷൻ എന്ന വാക്കിന് അർത്ഥം വരുന്നത്. So apocalypse, the Greek word apocalypse means revealing, revelation, to remove the curtain and remove മറഞ്ഞിരിക്കുന്ന ഒന്ന് മറനീക്കി, to uncover and make it evident. അത് വെളിപ്പെടുത്തുന്ന ഒന്നിനാണ് അപ്പോക്കലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അപ്പോക്കലിപ്സ് എന്ന് ഇതിൽ പറയാനുള്ള കാരണം, ഇത് എന്തോ മറനീക്കി നമുക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ടാണ്. This writing is removing the veil and showing us about telling us about the future. ഭാവിയെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ മറനീക്കി കാണിക്കുന്ന കൃതിയാണ് ഈ അപ്പോക്കലിപ്സ് എന്ന് പറയുന്നത്. So uncovering the future, to know what is to happen, what will happen എന്നുള്ളതിനെ പറ്റിയുള്ള ആ ആങ്സൈറ്റി ഉള്ളപ്പോൾ ആ മറയൊന്ന് മാറ്റിയിട്ട് ദീസ് ആർ ദ തിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന തരത്തിൽ ഉള്ള ആ റൈറ്റിംഗ്സിനാണ് അപ്പോക്കലിപ്സ് എന്ന് പറയുന്നത്. ഞാൻ ചോദ്യം ചോദിക്കാം. When are we very anxious to know about the future?
When are we very anxious about to know the future? When we are moving in very successful way, or when we are passing through difficult times? When we are passing through difficult times, through distress, and then so many calamities after one after the other, and then problems and after one another, then we want to know what is the end of it, what will be the future. We are all anxious to know about the future. But when everything is going on smoothly and successfully, we are not bothered about the future. We know that it will go on like this. But when there is some kind of a problem, you are faced with some crisis, and when you are faced with some difficulties, then you are very eager to know what will happen. അതുകൊണ്ടാണ് ഈ കോട്ടയത്ത് ആ റോഡിൽ ഈ പക്ഷിയും കൊണ്ടിരിക്കുന്ന ചില സ്ത്രീകളൊക്കെ ഉണ്ട്, പുരുഷന്മാരുണ്ട്, കടന്നു പോകുന്ന മുഖത്തൊക്കെ ഇച്ചിരി കരിവാണിച്ച മുഖമൊക്കെ വന്നാട്ടെ. ഞാൻ പറയാം, മുഖത്ത് പിന്നീട് പ്രശ്നങ്ങൾ ഏതാണ്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇന്നാട്ടെ ഞാൻ പറഞ്ഞു തരാം. കുറച്ച് നാളായി അലട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആർക്കാ പ്രശ്നമില്ലാത്തത്? എല്ലാവർക്കും ഉണ്ടല്ലോ ചില പ്രശ്നങ്ങളൊക്കെ ഇല്ലേ. അപ്പോൾ അയ്യോടെ എന്റെ പ്രശ്നം അവർ കണ്ടുപിടിച്ചല്ലോ, അവിടെ ഇരിക്കും. ആൻഡ് ഹി ഓർ ഷീ വാണ്ട്സ് ടു നോ വാട്ട് ഈസ് മൈ ഫ്യൂച്ചർ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒരു കാർഡ് എടുക്കും, എന്നിട്ട് നമുക്ക് പ്ലീസ് ചെയ്യത്തക്ക വിധത്തിൽ നല്ല ഭംഗിയായിട്ട് പറയും, കാശും കൊടുക്കും, നമ്മൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. കാരണം ഭാവിയെ പറ്റി അറിയാനുള്ള ഉത്കണ്ഠ, our concern, eagerness to know about the future is when we pass through difficult times. അങ്ങനെ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ നമുക്കുണ്ടാകും. ഇത് തന്നെയാണ് about the people of Israel. In the 2nd century BC, that is before Christ, about 3rd, 4th century മുതൽ തന്നെ തുടങ്ങുന്നുണ്ട്. The people of Israel were in bondage. They were oppressed by foreign powers. First came the Greeks, then came the Syrians, and so on. അതിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് they were attacked by the foreigners and oppressed by the foreigners. അതിന് ഏറ്റവും രൂക്ഷമായി വന്നത് സിറിയൻ രാജാവ് ആന്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ആള്. In the 3rd century BC, he came to Jerusalem, destroyed the temple, then polluted ദൈവാലയം അശുദ്ധമാക്കി, അതുപോലെ മറ്റു പലതും ചെയ്ത് അവരുടെ ന്യായപ്രമാണ പുസ്തകങ്ങൾ ചുട്ടരിച്ചു, ബലികൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു, പരിച്ഛേദന യഹൂദന്മാർക്ക് ഏറ്റവും circumcision is their trademark, and that was prohibited. And then the books, the sacred scripture, that was burnt up, and Sabbath was prohibited. All these kinds of oppressive measures were introduced by Antiochus Epiphanes, and his successors also continued the same regime. And this was a very, very difficult time for the people of Israel, and they had to resist it. They had to pass through this great ordeal. ആ ഒരു സമയത്ത് അവർക്ക് പ്രത്യാശ കൊടുക്കുവാൻ തക്കവണ്ണം എഴുതപ്പെട്ട ചില കൃതികൾക്കാണ് അപ്പോക്കലിപ്റ്റിക്കൽ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി ഒറിജിൻ ഓഫ് ദി അപ്പോക്കലിപ്റ്റിക്കൽ റൈറ്റിംഗ്സ്. അപ്പോൾ എന്താണ് അപ്പോക്കലിപ്റ്റിക്കൽസ് ഉണ്ടാകുന്നതിനുള്ള കാരണം? പീഡനത്തിന്റെ കാലത്ത്, ഞെരുക്കത്തിന്റെ കാലത്ത്, when the people were greatly oppressed and also persecuted, they wanted to have some kind of knowledge about the future. എന്തായി ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കും, എന്തായി തീരും എന്നറിയാനുള്ള ആങ്സൈറ്റി ഒരു വശത്ത്. And the leaders wanted to encourage them to pass on. അത് കഴിഞ്ഞു നിലനിൽക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു എൻകറേജ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു. So what is the purpose of writing this kind of writing? Apocalyptical writing in the purpose എന്താണ്? ഉത്ഭവത്തെ പറ്റി ഞാൻ പറഞ്ഞു. This kind of writings, apocalyptical writings, originated in the time of persecution, in the time of oppressive measures, especially in the 3rd century BC. അന്നാണ് ഇതിന്റെ ഉത്ഭവം. And what was the purpose? ഇതിന്റെ purpose എന്ന് ചോദിച്ചാൽ to give hope to the people.
and give encouragement to them. അതായത് God will in the final stage, God will certainly take up his hand and destroy all these enemies and make the people free and everything will be fine. Such kind of hope and encouragement to be given to the people, then only they can hold on. അവരെ തളർന്നു പോവാതെ, ഈ പോരാട്ടത്തിൽ ക്ഷീണിച്ചു പോവാതെ, വിശ്വാസം കൈവടിയാതെ പിടിച്ചു നിൽക്കുവാൻ, ഉറച്ചു നിൽക്കുവാൻ, അവരെ ധൈര്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഉള്ള കൃതികൾ ഉണ്ടാകേണ്ടതായിട്ട് വന്നു. That was the need of the time, to encourage the people to hold on, never to give up. And we may call such writings as tracts for times. Tract for times എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ചുള്ള ട്രാക്ട്സ്, എഴുത്തുകൾ. അന്ന് സന്ദർഭത്തിനനുസരിച്ച് അപ്പോൾ വേണ്ടത് എന്താണോ അതിനവരെ നിലനിർത്തുവാൻ തക്കവണ്ണമുള്ള കൃതികൾ ആവശ്യമായിട്ട് വന്നു. അങ്ങനെയുള്ള കൃതികൾ ധാരാളമായിട്ട് ഉണ്ടായി. അതിൽ ഒന്നാണ് നമ്മുടെ പഴയ നിയമത്തിൽ ഉള്ള ഒരു കൃതി. ഏതാണ്? ഞാൻ പേര് മുമ്പേ ഒന്ന് പറഞ്ഞു. ഏതായിരിക്കാം നിങ്ങൾക്ക് ഊഹിക്കാം? Book in the Old Testament. Daniel. Book of Daniel. Correct. The Book of Daniel is one such. It is one of the earliest apocalyptic writings. അപ്പോൾ AD BC 200 മുതൽ AD 200 വരെയുള്ള എത്ര വർഷങ്ങളുണ്ടാകും? Between BC 200 and AD 200. How many years? 400 years. ഈ ഒരു പീരിയഡ് ആണ്. This is the period of the apocalyptical writings. അപ്പോകലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഈ കൃതികൾ അല്ലെങ്കിൽ വെളിപാട് കൃതികൾ ഉണ്ടായി വന്ന ഒരു ഘട്ടമാണ് ഈ ബിറ്റ്വീൻ BC 200 and AD 200. ആ കാലത്ത് both for the Jews as well as for the Christians, AD 1 മുതൽ കണക്കാകുമ്പോഴേ ക്രിസ്ത്യൻ ചർച്ച ഉണ്ടായി കഴിഞ്ഞല്ലോ. The Christians were also persecuted by the Romans, and so they also wanted to be encouraged and given hope. അപ്പോൾ അവിടെയും ഇത്തരത്തിലുള്ള കൃതികൾ ഉണ്ടായി among the Christians. അതുകൊണ്ട് apocalyptical writings came into existence both among the Jews as well as among the Christians. അതിലെ ജൂസിന്റെ ഇടയിലുള്ള ഒരു കൃതിയാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന ബുക്ക് ഓഫ് ഡാനിയൽ. ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള ഒരു കൃതിയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന ബുക്ക് ഓഫ് റെവലേഷൻ, യോഹന്നാന്റെ വെളിപാട്. അത് ഇസ് എ ക്രിസ്ത്യൻ അപ്പോകലിപ്റ്റിക്കൽ റൈറ്റിംഗ്സ്. ഓർക്കുവാനുള്ള ഒന്ന്, റിമെമ്പർ ദീസ് ആർ നോട്ട് ദ ടു റൈറ്റിംഗ്സ്. ഇത് മാത്രമല്ല അപ്പോകലിപ്റ്റിക്കൽ റൈറ്റിംഗ്സ് എന്ന് പറയുന്നത്. There were many others which sprang up during this period. ഈ 400 years time there came into existence, there came up many such kind of writings. Fortunately, only two have entered our Bible. നമുക്ക് വായിക്കാൻ ഇത് രണ്ടേ വന്നിട്ടുള്ളതുള്ള അത്രയും ഉപകാരം. So only two of these apocalyptic writings have found a place in the Bible. One in the Old Testament, book of Daniel, and the other in the New Testament, book of Revelation. Then the question arises, which are the other apocalyptic writings? വേറെ പലരും എഴുതിയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അതിന്റെ ചെറുതിന്റെ ഒക്കെ പേര് പറയാമോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ I shall give you some names. One, the book of Enoch, ഹാനോക്കിന്റെ പുസ്തകം. ഹാനോക്ക്, book of Enoch, ENOCH. book of Enoch is one. ഇതെല്ലാം യഹൂദന്മാരുടെ ഇടയിലുണ്ടായ അപ്പോകലിപ്റ്റിക്കൽ റൈറ്റിംഗ്സ്. ബുക്ക് ഓഫ് ഈനോക്ക്, അപ്പോകലിപ്സ് ഓഫ് ബാറൂക്ക്. ബാറൂക്കിനെ പറ്റി കേട്ടിട്ടുണ്ട്, ആ പേര് may be familiar to Apocalypse of Baruch. Then Apocalypse of Ezra, സെക്കൻഡ് എസ്രാ എന്നും പറയും. എസ്രായുടെ നമുക്കൊരു പുസ്തകമുണ്ട് ഇപ്പോഴുള്ളത്. അത് കൂടാതെ ആ പേരിൽ തന്നെ മറ്റൊരു പുസ്തകം ഉണ്ട്. അതിന്റെ പേര് അപ്പോകലിപ്സ് ഓഫ് എസ്ര എന്നാണ്. സെക്കൻഡ് എസ്ര എന്നും അതിന്റെ പേര് പറയാറുണ്ട്. Then there was the Sibyllian oracles or Sibyllian oracles എന്നും പറയും. SYBELLION, Sibyllian oracles. Then Assumption of Moses. These are all Jewish apocalyptical writings. They are available. ആ പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ.
We can read them. അവയൊക്കെ എന്നാ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പീരീഡിലാണ് ഈ റൈറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. Now, some of the Christian apocalyptical writings. ഒന്ന് നമുക്കറിയാം, ഏതാ? യോഹന്നാന്റെ Revelation ആണ്. Then there is another called the Apocalypse of Peter. പത്രോസിന്റെ വെളിപാട്. Apocalypse of Paul. പിന്നെ പത്രോസ് എഴുതാൻ പിന്നെ പൗലോസിനും കൂടെ അദ്ദേഹത്തിന്റെ പേരിൽ വരുന്നു. There is another in the name of Paul, Apocalypse of Paul. And we may be happy to know there is an Apocalypse of Thomas. There is an Apocalypse of Thomas. Thomas Ligade വെളിപാട് ഉണ്ട്. These are some of the Christian apocalypses. അപ്പോൾ ഇങ്ങനെ ഈ അപ്പോകലിപ്റ്റിക്കൽ കൃതികൾ ഉണ്ടായി വന്നതിന്റെ കാലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ കേട്ടു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് what are the distinguishing characteristics of these apocalyptical writings. ഈ അപ്പോകലിപ്റ്റിക്കൽ കൃതികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ കൂടെ പഠിച്ചെങ്കിലേ നമുക്ക് വെളിപാട് പുസ്തകത്തെ ഹാൻഡിൽ ചെയ്യാൻ ഒക്കുള്ളൂ. So that is the very reason we are looking at these different characteristics of the apocalyptical writings. One, almost all of them are pseudonymous. P-S-E-Y-D-Y-N-O-M-O-U. Pseudonymous എന്ന് പറഞ്ഞാൽ pseudo എന്നുള്ള ഗ്രീക്ക് വാക്ക് P-S-U-E-U-D-O. Pseudo അറിയാമല്ലോ? False. Pseudonymous, nomos എന്ന് പറയുന്ന വാക്കിനർത്ഥം പേരെന്നാണ്. അപ്പോൾ pseudonymous എന്ന് പറയുന്നത് എന്താണ്? False name. Pseudonymous. That means these books are published under false names. എഴുത്തുകാരന്റെ പേരിലല്ല ഇവ പ്രസിദ്ധീകരിക്കുന്നത്. അത് ഉദാഹരണമായിട്ട് ഹാനോക്കിന്റെ പുസ്തകം, ബുക്ക് ഓഫ് ഹാനോക്ക്. ഹാനോക്ക് ഇത് ജീവിച്ച ആളാണ്, പണ്ട് ജീവിച്ച ആളാണ്. Then there is the Testament of 12 Patriarchs. 12 ഗോത്രപിതാക്കന്മാരുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഗോത്രപിതാക്കന്മാരുടെ കാലത്തൊന്നും എഴുത്തും വായന ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. But this book is known under the Testament of 12 Patriarchs. 12 ഗോത്രപിതാക്കന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. And then you have the book of Baruch, Apocalypse of Baruch, Enoch. ഇതൊക്കെ തന്നെ മറ്റുള്ളവരുടെ പേരിലാണ്. ആ പേരിലാണ്, അതുകൊണ്ടാണ് തോമാശ്ലീഹയുടെ പേരിൽ വന്നത്. തോമാശ്ലീഹ കണ്ടതുമല്ല കേട്ടതുമല്ല ഒന്നുമല്ല. But this is published in the name of Thomas. So also other names. അപ്പൊ ഇത് pseudonymous ആയിരിക്കുവാൻ, under false names ആകുവാനുള്ള കാരണം എന്താ ഒന്ന് ഊഹിക്കാമോ? Why are they published under the name of some old people who lived in the remote past? Not the author. The name of the author is not given, but it is published in the name of somebody who lived in the remote past in ancient history. The book of Daniel is such. Book of Daniel is not written by Daniel. Daniel lived in the 6th century BC, and the book is written in the 2nd century BC. But it is published in the name of Daniel. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം ഈ പുരാതന കാലത്ത് ജീവിച്ച ആളുകളുടെ പേരിൽ ഈ കൃതികൾ പ്രസിദ്ധീകരിക്കുന്നത്? Persecution. Correct answer. Because these are persecution literature. These are writings published during the time of persecution. Quite dangerous to reveal the identity of the author. Quite dangerous to reveal the name of the author. Because he will be caught. He will be put in prison. He will be persecuted. And so to avoid such kind of danger, these writings were published in the name of some ancient people. Daniel പണ്ട് ജീവിച്ച പുള്ളിയുടെ പേരിന് തിരക്കി നടക്കുകയല്ലാതെ ആരെയും കണ്ടുപിടിക്കാൻ നോക്കിയില്ല. ഇത് നമ്മുടെ ഈ പേഴ്സിക്യൂഷന്റെ കാലത്തെല്ലാം ഈ വിധത്തിലാണ് മറ്റുള്ളവരുടെ പേരിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പതിവുണ്ട്. ഞാൻ പറഞ്ഞു, there is only one exception, and that is the Revelation of John. Book of John, അത് അദ്ദേഹത്തിന്റെ പേരിലാണ്. Almost all other apocalyptical writings were
published in the name of some ancient authors, ancient people, ancient leaders, so that you can avoid being found out. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു രീതിയാണ് ഇത്. Now, second characteristic of these writings. ഈ റൈറ്റിംഗ്സിൽ they use the medium of visions and dreams. ദർശനങ്ങളിൽ കൂടിയും സ്വപ്നങ്ങളിൽ കൂടിയുമാണ് മെസ്സേജ് കൺവേ ചെയ്യുന്നത്, നോട്ട് ഡയറക്ട്ലി. ഇനി എനിക്ക് ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി, I had a dream, I had a vision, and in that vision I saw such and such things. And always the medium of vision, a dream or visions used in these writings, apocalyptic writings, ഇത് ദർശനത്തിൽ കൂടി അതൊരു ടെക്നിക്കാണോ അതോ യഥാർത്ഥത്തിൽ ദർശനം ഉണ്ടായിട്ട് ആ ദർശനം തന്നെ അവർ വിവരിക്കുന്നതാണോ എന്നുള്ളതിനെ പറ്റി നമുക്ക് വലിയ നിശ്ചയമില്ലായെങ്കിലും, but this is common to all apocalyptic writings. They don't directly communicate the message. ഇപ്പൊ പ്രവാചക പുസ്തകങ്ങൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ യഹോവയായ ദൈവം ഇപ്രകാരം അരുൾ ചെയ്യുന്നു നമ്മൾ പറയും, മലയാളം തെറ്റാതെ അരുൾ ചെയ്യുന്നു എന്ന് മതി, അരുൾ ചെയ്യുന്നു എന്ന് വേണ്ട. പോട്ടെ, thus saith the Lord, യഹോവ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു, and then the message is given. See, the prophetic writings are always directly spoken through the prophet, but in the apocalyptic writings അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ദർശനത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടു, അങ്ങനെ കണ്ടു, അത് ഇങ്ങനെ വിധത്തിൽ കൂടി ഈ മീഡിയം ഓഫ് വിഷൻ ആൻഡ് ഡ്രീംസ് are used. Book of Daniel, you've come across such dreams and vision. Book of Revelation, in all other writings this is used, not direct utterance or direct teaching, but through this medium. Third characteristics is use of code language, figurative, symbolic language. Symbols are extensively used in this kind of writings. നേരെ ചൊവ്വേ പറയാതെ പ്രതീകങ്ങളിൽ കൂടി പ്രതിരൂപങ്ങളിൽ കൂടി സിമ്പിൾസിൽ കൂടിയാണ് ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതും എന്തുകൊണ്ടായിരിക്കാം why this code language is used? പെർസിക്യൂഷനുകളാണ്. നേരെ ചൊവ്വേ പറഞ്ഞാൽ കുഴപ്പമാണ്. I still remember while I was a student in the high school and college, communism in Travancore was banned. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെങ്കിലും ഉള്ളത് കഴിഞ്ഞാൽ ഉടനെ തൂക്കിയെടുത്തുകൊണ്ട് പോകും. അന്ന് EMS-ഉം മറ്റുള്ള നേതാക്കന്മാർ ഒടുങ്ങിലായി പാർട്ടി അന്ന് നിരോധിച്ചിരിക്കുന്ന ഒരു കാലമാണ്. And I had a friend very closely sitting in CMS college പഠിക്കുന്ന സമയത്ത്, he was a party member, മെഡിക്കൽ അച്ഛനായിരുന്നു. അയാൾ ഇതിനകത്തുള്ള ആളാണ്. അവന് മറ്റൊരാളും കൂടെ അവർ ചില ഭാഷ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എഴുതി കൊടുക്കുന്നത് ഒരിക്കലും ഞാൻ കണ്ടില്ല. വളരെ വായിച്ചു. Then he's a Nair boy, a very close friend of mine. ഞാൻ ചമ്മാച്ചനാണ്. എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ രാത്രി ക്ലാസ് ഒക്കെ കഴിഞ്ഞാണ് വരുന്നത്, അവരുടെ സ്റ്റഡി ക്ലാസ് ഒക്കെ ഉണ്ട്. And they use code language. Sir CPA, അവർക്കൊരു കോഡ് ഭാഷയുണ്ട്. Sir CPA Ramasamy was referred to a particular number in their circle. ആ നമ്പറിൽ പറഞ്ഞാൽ ഉടനെ അവർക്കറിയാം CPA ആണ് പരാമർശിക്കുന്നത് എന്നുള്ളത് ഉടനെ അറിയാം. ഇതുപോലെ തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഈ ഫ്രീഡം സ്ട്രഗിൾ ഉണ്ടായിരുന്നപ്പോഴും നമ്മുടെ നേതാക്കന്മാർ, ഇന്ത്യൻ leaders who were fighting against the British, they had to use the code language just because to avoid the attention of the authorities. അതുകൊണ്ട് ഈ കോഡ് ലാംഗ്വേജ് എന്നുള്ളത് പീഡനത്തിന്റെ കാലത്ത് എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒന്നാണ്. And the same was used in the apocalyptical writings also. കോഡ് ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ, ഡീകോഡ് ചെയ്യണമെങ്കിൽ അന്നത്തെ പശ്ചാത്തലം അറിയാതെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ നോക്കിയാൽ അതാ ഈ കോഡ് ഭാഷ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് സെമിനാരി ചില കോഡ് ഭാഷയൊക്കെ ഉണ്ട്.
ചിരിക്കും. അപ്പൊ ഞങ്ങള് ഈ സോഷ്യൽ വർക്ക് വരുന്ന സമയത്ത് പുറത്തു നിന്നുള്ള ആളും കൂടെ വന്നിരിക്കും. അപ്പൊ ഈ കോഡ് ഭാഷ ഇവര് ചിലത് റെഫർ ചെയ്തുകൊണ്ടൊക്കെ പറയുമ്പോൾ പുറത്തുനിന്ന് വന്നിരിക്കുന്നവര് അവർ നോക്കി അവർക്ക് പക്ഷെ ഇരിക്കുന്ന സെമിനാരി കമ്മ്യൂണിറ്റി ഉള്ളവർ ഉറക്കെ ചിരിക്കുകയും ചെയ്യും. ബിക്കോസ് ദേ നോ ഹൂ ഈസ് റെഫർഡ് ടു ആൻഡ് വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് അവർക്കറിയാം, പുറത്തുള്ളവർക്കൊട്ട് അറിയുന്നുമില്ല. എന്നതുപോലെ ഈ കോഡ് ഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ട് ആരുടെയെങ്കിലും കയ്യിൽ ഈ കൃതി ചെന്നുപെട്ടാലും they will not know what is being conveyed. Only those who know the code, അത് ഡീകോഡ് ചെയ്യാൻ അവർക്കറിയാം. അത് ഒരു സൗകര്യമായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ മുമ്പ് ചില ഫിലിമിലൊക്കെ കാണിച്ചിട്ടുള്ള ഒന്നാണ്. ക്രിസ്ത്യൻസ് തമ്മിൽ അഭിവാദനം ചെയ്യാനായിട്ട് പെർസിക്യൂഷന്റെ സമയത്ത് ഒരു മീനിന്റെ പടം ഇങ്ങനെ വരച്ച് ഇങ്ങനെ എഴുതത്തിൽ ഇങ്ങനെ വരയ്ക്കാമെങ്കിൽ യു ഗെറ്റ് ദ പിക്ചർ ഓഫ് എ ഫിഷ് ഇല്ലേ? ഇങ്ങനെ രണ്ട് വരച്ചു കഴിഞ്ഞാൽ on the board I don't have a blackboard here to draw, and then you get the picture of a fish. Appo adu odanthe between two believers in Christ, they know what is mean. പുറത്തുള്ളവരാ നോക്കിയാൽ ഏതാണ്ട് രണ്ട് വലയുണ്ട്, അതൊരു മീനിന്റെ പടവുമാണ്. They don't know what is the meaning of it, but how they understood. ക്രിസ്ത്യൻ വിശ്വാസികൾ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഗ്രീക്ക് ഭാഷയിൽ മീൻ ഫിഷ് എന്നുള്ളതിനോട് ഉപയോഗിക്കുന്ന വാക്ക് ഇഖ്തൂസ് എന്നാണ്. ICHTHUS എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇഖ്തൂസ് ഗ്രീക്കിൽ 4-5 അക്ഷരങ്ങളാണുള്ളത്. ഇഖ്തൂസ് 4 അക്ഷരങ്ങൾ. അത് ഈ 4 അക്ഷരങ്ങൾ ഓരോ വാക്കിന്റെ സൂചനകളാണ്. ആദ്യത്തെ ഐ എന്നുള്ള വാക്കാണ് ഇഖ്തൂസ്. ഐ ഈസൂസ് യേശു എന്നുള്ളതിൻ്റെതാണത്. പിന്നത്തത് എന്നുള്ള വാക്ക് ഖകാരമാണ്. അത് ക്രിസ്റ്റോസ് എന്നുള്ളതിൻ്റെയാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ വന്നപ്പോൾ എന്തായി? യേശു ക്രിസ്തു എന്നുള്ളതായി. പിന്നെ ഉള്ളത് സ എന്നുള്ള വാക്കാണ്. ഇഖ്തൂസ് എന്നുള്ളതിന്റെ തകാരമാണ്. അത് തെയോസ് എന്നുള്ള വാക്കിൻ്റെതാണ്. തെയോസ് എന്താ? ദൈവം, ഗോഡ്. തെയോസ് ഈസ് ഗോഡ്. അപ്പോഴ് 3 വാക്കുകൾ നമുക്ക് ഇവിടെ കിട്ടി. എന്താ? യേശു, ക്രിസ്തു, പിന്നെ ദൈവം. പിന്നെ അവസാനത്തത് യെസ് ആണ്. സോറ്റീർ എന്ന് പറഞ്ഞാൽ രക്ഷകൻ. സോറ്റീർ. അപ്പോഴ് യേശു ക്രിസ്തു ദൈവവും രക്ഷകനുമാകുന്ന യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിനെ ദൈവവും രക്ഷകനുമായി വിശ്വസിക്കുന്നവനാണ് ഞാൻ എന്ന് എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനായിട്ട് പേഴ്സിക്കൂട്ട് മറ്റാരും അറിയരുതെങ്കിൽ ഞാൻ ഇങ്ങനെ നിലത്തൊന്ന് വരച്ച് കാണിച്ചാൽ immediately you will understand he is a follower of Christ. ഉടനെ കൈ സൂചി കൊടുക്കാം, ഉടനെ ക്ഷയിക്കാൻ ചെയ്യാം. ബിക്കോസ് വി ക്യാൻ ട്രസ്റ്റ് ഹി ഈസ് എ ക്രിസ്ത്യൻ എന്നുള്ളത്. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഈ കോഡ് ഭാഷ ഉപയോഗിക്കുന്നതിന്റെ പ്രയോജനം. ബിക്കോസ് ഡ്യൂറിങ് പെർസിക്യൂഷൻ ടൈം നമുക്കൊരു ബ്രേക്ക് വേണമല്ലോ, ഇല്ലേ? അത് നമുക്ക് ഇച്ചിലൂടെ കഴിഞ്ഞിട്ട് ഈ കോഡ് ഭാഷയുടെ കഴിഞ്ഞ് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ആർക്കും ബോഡി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. മുഖത്തൊക്കെ നോക്കിയിട്ട് closely following it. മലയാളം പറയുന്നത് വിരോധമില്ല. എടുക്കൊക്കെ you can എനിക്ക് മലയാളം കൂടി ആവാം, ഇല്ലേ? So we'll follow the same style as I have been following. Then ഈ കോഡ് ഭാഷയുടെ മുമ്പേ ഞാൻ പറഞ്ഞു വന്നത് അന്നത്തെ ചില ചരിത്ര സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഡ് ഭാഷ അന്നുള്ളവർ ഉപയോഗിക്കുന്നത്. അന്നത്തെ ചില സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില കോഡ് ഭാഷ ഉപയോഗിക്കുന്നത്. അന്നത്തെ ചില അവരുടെ മതപരമായ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോഡ് ഭാഷ ഉപയോഗിക്കുന്നത്. അത് ആ കോഡ് ഭാഷ മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ മതപരമായ റിലീജിയസ്, അതുപോലെ തന്നെ കൾച്ചറൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവാതെ ഡീകോഡ് ചെയ്യാൻ ഒക്കില്ല എന്ന് ചുരുക്കം. ഇപ്പോഴ് ഒരു ഉദാഹരണം പറയാം. നാട്ടിലുള്ള ഒരു നല്ല പ്രയോഗമാണ് കൈമണി എന്ന് പറയുന്നത്, ഇല്ലേ? കൈമണി അടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും പോകണം. കൈമണി അടിക്കുക എന്താ? സായിപ്പിന്റെ അടുക്കൽ ഹാൻഡ്ബെൽ എന്ന് പറഞ്ഞാൽ സായിപ്പിനൊക്കെ മനസ്സിലാകും. ഹാൻഡ്ബെൽ കൈയുള്ള ഒരു മണിയെന്ന് ഒരിക്കലും സായിപ്പെന്ന് മനസ്സിലാവില്ല. പക്ഷെ കേരളത്തിലുള്ള നമുക്കറിയാം കൈമണി അടിക്കുക എന്ന് പറയുന്നത് ഈ വലിയ ചെണ്ടയൊക്കെ അടിക്കുന്ന കൂടെ ഇങ്ങനെ ഇങ്ങനെ അടിക്കുന്ന ആ കൈമ ചേർന്ന് പറയുന്ന ആ പ്രസ്ഥാനമാണ്. ഇതാ ചില വലിയ ബിരുദന്മാരാണ്
മിടുക്കലുള്ളവർ ചേർന്ന് മിത്രാന്റെ അടുക്കലും ബാവാന്റെ അടുക്കലും ചെന്ന് ഇങ്ങനെ കൈമണി അടിക്കുന്ന ആ രീതി അനുസരിച്ചാണ് ചേർന്ന് പറയുന്നത്. അപ്പൊ ദാറ്റ് ഈസ് എ ഫ്രേസ് വിച്ച് ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ഈ കൾച്ചറിലുള്ളവർക്ക് അറിയാം. ഈ കൾച്ചറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളവർക്കോ ദൈവനോട് ലിറ്ററലായിട്ട് ഹാൻഡ്ബെഗ് എന്ന് മനസ്സിലാകണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഡീകോഡ് ചെയ്യണമെങ്കിൽ അന്നത്തെ സാഹചര്യവും അന്നത്തെ കൾച്ചറും അന്നത്തെ ഹിസ്റ്റോറിക്കൽ അല്യൂഷൻസ് എന്താണെന്ന് അറിയാതെ 2000 കൊല്ലത്തിൽ ഇപ്പുറത്തിരുന്ന സാഹിബ് പബ്ലിഷതും കൊണ്ട് ഇതിന്റെ അർത്ഥം ഇതാണ് എന്നുകൊണ്ട് അടിച്ചു വിട്ടാൽ എന്തു വേണമെങ്കിലും പറയാം. ഉദാഹരണമായിട്ട് ഇതിനകത്ത് മഞ്ഞ നിറത്തെ പറ്റിയുള്ള പരാമർശമുണ്ട്, യെല്ലോ കളർ. ആ യെല്ലോ കളറിനെ പറ്റി ഇതിനകത്തുള്ള പരാമർശം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു വ്യാഖ്യാനം കൊടുക്കാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യെല്ലോ കളറിന്റെ വലിയ പ്രസരമുണ്ട്. എന്താണെന്നറിയാമോ? വെള്ളാപ്പള്ളി നടേശന്റെ മുന്നേറ്റം. അത് ഒരുപാട് പുസ്തകത്തിലുള്ളതാ. നോക്കാം, മഞ്ഞ കുതിരയുടെ കാര്യം ഇതിനകത്തുള്ള അത് മുന്നോട്ട് പോകുന്നു. ഇത് ഒരുപാട് പുസ്തകത്തിലുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന്റേത് എന്ന വിധത്തിൽ ഞാൻ അതിനെ വ്യാഖ്യാനിച്ചാൽ who can question me? അത് മഞ്ഞളുണ്ട്, മഞ്ഞ ഇപ്പൊ മുന്നേറ്റമുണ്ട്, ഇത് അതിനകത്തുള്ള ഒരുപാട് സൂത്രമുള്ളതാണ് എന്ന് പറയുകയാണെങ്കിൽ, പക്ഷെ അന്നത്തെ സാഹചര്യം എന്താ, അന്ന് ഏത് അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് പറഞ്ഞിരിക്കുന്നത്, ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്ന് നമുക്ക് തോന്നുന്ന, നമുക്ക് യുക്തമെന്ന് തോന്നുന്നത് കൊണ്ട് അർത്ഥം കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപകടമാണ്. അതാണ് ഈ പുസ്തകത്തിന്റെ ഡീകോഡ് ചെയ്യുന്നതിലുള്ള ഒരു വലിയ വൈമന്യ പ്രയാസം, പ്രതിബന്ധം വന്നിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം കൂടെ പറയാം.